ഹായ്, ഷാജിയുടെ ഒരു വീഡിയോ കാണാനിടയായി. ആക്ച്വലി കുറേ ദിവസമായിട്ട് അവർ വീട്ടുകാരുമായിട്ട് എന്തൊക്കെയോ ഫൈറ്റ്, അങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ട് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വാസ്തവം പറയാമല്ലോ, എനിക്ക് ആ പെൺകുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇഷ്ടമില്ല. ഒന്നാമത് ഭയങ്കര അഹന്തയാണ്. അവൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത്യാവശ്യം ഹമ്പിൾ ആയി നിൽക്കുന്നതാണ് അവൾക്ക് സേഫ്. കാരണം 5 കുട്ടികളെ വളർത്തണം, ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. കുഞ്ഞുങ്ങളെ നോക്കണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം അത്യാവശ്യം സഹായിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ സിമ്പതിയുടെ പുറത്താണെങ്കിൽ പോലും അവരുടെ വീഡിയോസ് റീച്ച് ആകണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണുക തന്നെ വേണം. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ സംവെയർ ആ പെൺകുട്ടി വല്ലാണ്ട് വൾഗറാകുന്നുണ്ട്. ഞാൻ മുൻപൊരു വീഡിയോ ഈ കുട്ടിക്കെതിരെ ഇട്ടപ്പോൾ ഇത് ഉടനെ തന്നെ കുറേ ചാനലുകളിൽ പോയിട്ട് എനിക്കെതിരെ നീങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നല്ലത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു ക്യാരക്ടർ അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് തിരുത്താനൊക്കത്തില്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. അവർ താനെന്തോ സംഭവമാണെന്ന് തോന്നിയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ വീഡിയോസ് ഒന്നും എടുക്കാത്തത്. ഇപ്പം ഞാൻ കണ്ട് കുറേയധികം കാര്യങ്ങൾ അവരുടെ ഉമ്മാനെയൊക്കെ പറ്റി പറയുന്നത്, ഇതൊക്കെ എടുത്തു വെച്ച് കുറേയധികം പേര് റിയാക്ട് ചെയ്യുന്നത് കണ്ടിരുന്നു. അത് കുറച്ച് ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും വീട്ടുകളിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നവരാണ്. എല്ലാവരും അങ്ങ് ഭയങ്കര പെർഫെക്ഷൻ ഒന്നുമല്ല. അപ്പം ഉമ്മായ ഇങ്ങനെയൊക്കെ പറയുമോ, ഉമ്മച്ചി ഇങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഷാജിദ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണെന്ന് അവൾക്കല്ലേ അറിയുള്ളൂ, നമുക്കറിയത്തില്ലല്ലോ. നോർമലി ഞാൻ പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേയധികം നാട്ടുമ്പുറത്തൊക്കെ കാര്യങ്ങളും ജീവിതങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. കുറേ പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവളുടെ ക്യാരക്ടർ മറ്റൊരു രീതിയാണ്, അതൊക്കെ ഞാൻ എഗ്രി ചെയ്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന് നിൽക്കുന്ന മകൾ ഒരു ബാധ്യതയായിട്ടാണ് മിക്ക അമ്മമാരും കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇപ്പോൾ വെട്ട് എന്നുള്ള ഒരു വീഡിയോ ആണല്ലോ പബ്ലിക്കിൽ കിടന്ന് കളിക്കുന്നത്. അതിനകത്ത് പോലും ആ അമ്മയുടെ കയ്യിൽ പിച്ചത്തി ഉണ്ട്, അത് ഷാജിദയെ വെട്ടാൻ തന്നെയാണ് അവരെടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അമ്മയെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോഴും ഷാജിദ ആ സമയത്ത് നേരിട്ട ഒരു ബുദ്ധിമുട്ട് അവൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. വീഡിയോ എടുക്കുന്നതായിരിക്കും സേഫ് എന്ന്. വീഡിയോ എടുത്തത് കൊണ്ടല്ലേ അമ്മ അടുത്ത നാടകം കാണിച്ചത്. ഭർത്താവ് നഷ്ടപ്പെട്ട 5 കുഞ്ഞുങ്ങളുമായിട്ട് വല്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുകയാണോ വേണ്ടത്? ആ ഭർത്താവിന് തോന്നിയ ഒരു മന്ദബുദ്ധിത്തരം അവൾക്ക് തോന്നുകയാണെങ്കിൽ ഈ 5 കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ്. പിന്നെ ഇപ്പോൾ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു സ്കൂളിൽ എന്തോ ഇഷ്യൂ പറയുന്നുണ്ട്. സ്കൂളിൽ കൊണ്ട് ചേർത്ത് കുട്ടികളുടെ ഭാവി നഷ്ടപ്പെട്ടു എന്നോ യത്തീം ഖാനയിൽ വിട്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്തൊക്കെയോ കുട്ടികളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, മക്കൾ അതിലുള്ള ഏതോ കുട്ടികളുമായിട്ട് ചാറ്റിങ് നടത്തിയെന്നാണ്. എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ കടുവപ്പള്ളിയിൽ മിക്കവാറും ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാനത് സ്റ്റോപ്പ് ചെയ്തത് അവിടെ യത്തീം മക്കളെയല്ല പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലായിട്ട്. നമ്മൾ യത്തീം കുഞ്ഞുങ്ങളാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഫണ്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അവിടെ യത്തീം മക്കളെയല്ല പഠിപ്പിക്കുന്നത്, പേരൻസ് ഉള്ളവർ തന്നെയാണ്, അത്യാവശ്യം ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ളവരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതാണെന്ന്. അപ്പോൾ പിന്നെ യത്തീം ഖാന എന്ന് എഴുതരുത്. അപ്പോൾ ചില രീതിയിലുള്ള സ്വരവ്യത്യാസം ഉള്ളത് കൊണ്ടാണ് നമ്മളത് മുൻപോട്ട് പോകാതിരുന്നത്. അപ്പം ആ എക്സ്പീരിയൻസിനെ ഞാനിവിടെ ചെയ്യുന്നു. ഇത്രയധികം സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ അവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന യത്തീം മക്കളെ പഠിപ്പിക്കുന്ന യത്തീം ഖാന എന്ന വേർഷൻ തന്നെ മാറ്റണ്ടേ? മാത്രമല്ല, ഷാജിദ മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ മക്കളെ ഉപദ്രവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ബാലാവകാശ കമ്മീഷൻ ഏറ്റെടുത്ത് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഒരു തീർച്ചയായിട്ടും അത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു വലിയ സത്യമാണ് ആ സ്ത്രീ വിളിച്ച് പറയുന്നത്. അതായത് അതിലെ ഏതോ ഒരു കുട്ടീനെ സെക്ഷുവലി ഹരാസ് ചെയ്തെന്നും അതിനവർ വിറ്റ്നസ് ആയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അവിടെ എന്തോ സംതിങ് വളരെ ക്രൂഷ്യലായിട്ട് സിറ്റുവേഷൻ നടന്നിട്ടുണ്ട്. അവരുടെ കുഞ്ഞിന് മാർക്ക് കുറഞ്ഞപ്പോൾ മാത്രമാണ് അവിടെ നടക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റി കുട്ടി പുറത്തേക്ക് പറയുന്നത്. ഇപ്പം നിങ്ങൾ അതിന് മുമ്പ് എന്ത് പ്രതികരിക്കാത്തത് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുമെങ്കിലും അവളുടെ സിറ്റുവേഷനും കൂടെ ഓർത്ത് നോക്കുക. കുറേ ദിവസങ്ങളായി അവൾ അനുഭവിക്കുന്ന ഒരു വിഷമം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് കൺസേൺ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് കണ്ട കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് യൂട്യൂബേഴ്സിനെയാണ് പറയുന്നത്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓൾവേസ് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പം അവരതിൻ്റെ ശരിക്കുള്ള തലം ചിന്തിക്കാതെ എത്രത്തോളം റീച്ച് കിട്ടും ആ ഇതേ എടുക്കുള്ളൂ. അപ്പോൾ ഒരാളുടെ കുറ്റം കേൾക്കാനാണ് ബാക്കിയുള്ളവർക്ക് താല്പര്യം. സജിത ഷാജി എന്ന വ്യക്തിക്ക് പല പോരായ്മകളും ഉണ്ടാകാം. ആ പോരായ്മകളിൽ കൂടെ അവൾ മോൾഡ് ചെയ്ത് നന്നായി വരിക എന്നുള്ളത് 5 മക്കളുടെയും കൂടെ ആവശ്യമാണ്.
അവൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവച്ചിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിയായിരിക്കും, അവളുടെ ആ വേ ശരിയല്ലായിരിക്കാം, പക്ഷെ അവൾ കൃത്യമായിട്ടല്ലേ ചെയ്യുന്നത്. ആ 5 മക്കളിൽ മുതിർന്ന 2 കുഞ്ഞുങ്ങളിലാണ് അവളുടെ ലൈഫ് ഇരിക്കുന്നത്. ആ 2 കുട്ടികൾ നന്നായി പഠിച്ച് നന്നായി എത്തിയാലല്ലേ അവൾക്കൊന്ന് സ്വസ്ഥാകാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഹസ്ബൻഡിന്റെ മെയിൻ ഹോബി. 5 മക്കളെ ഉണ്ടാക്കി കൊടുക്കും. അവൾ ഒറ്റയ്ക്ക് വിചാരിച്ച കുട്ടികളുണ്ടാവില്ലല്ലോ. 5 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുത്തു. അവൾ തന്നെ പറയുന്നുണ്ട്, ഒക്കത്തൊരെണ്ണം കാണും, വയറ്റത്തൊരെണ്ണം കാണും. ഇങ്ങനെയായിരുന്നു അവളുടെ വിവാഹ ജീവിതം മുഴുവൻ. അതിൽ അവൾ മാത്രമല്ലല്ലോ കുറ്റക്കാരി. ഇപ്പൊ 2 കുഞ്ഞുങ്ങളാണ്, നമുക്കിത് മതി എന്ന് ചിന്തിക്കാൻ അയാളെ കൊണ്ട് ബോധമില്ലാണ്ടല്ലേ അവൾക്ക് വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടി വന്നത്. അയാൾ പറഞ്ഞതുപോലെ 5 കുട്ടികൾ അവൾ പ്രസവിച്ചു കൊടുത്തു. 5 കുട്ടികളെ നടുവഴിയിലാക്കിയിട്ട് അയാൾ കയറി തൂങ്ങുക ചെയ്തത്. അതൊരു നല്ല പരിപാടിയാണോ? നമ്മളുണ്ടാക്കിയ കുഞ്ഞ് ഭാര്യ വേണ്ട, ഭാര്യയായിട്ടൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും കുട്ടികളുടെ കാര്യം നമ്മൾ നോക്കണ്ടേ? അവൾ ഈ 5 കുട്ടികളോട് പകച്ച് നിൽക്കത്തില്ലേ? അവൾക്ക് എന്തെങ്കിലും തൊഴിലറിയോ? അവളെ എങ്ങനെ ഇതിനെ കൊണ്ട് ജീവിക്കും എന്നുള്ള ബോധം അയാൾക്കുണ്ടെങ്കിൽ അയാളത് ചെയ്യുമോ? അപ്പോൾ ആ രീതിയിൽ അവളെ ഒറ്റപ്പെടുത്തി. പിന്നെ അവൾ വരുന്ന കോൾസ്, പ്രപ്പോസലൊക്കെ അവൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നിടത്ത് അവൾക്ക് മറ്റൊരു സൊല്യൂഷൻ അറിയത്തില്ല. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവൾക്കത് ഓക്കെ ആണെന്ന് തോന്നിക്കാണും. അവളൊരു വിവാഹ ജീവിതത്തിലേക്ക് പോയിട്ടും ഉണ്ടാകാം. അതവരുടെ കുടുംബക്കാർക്ക് താല്പര്യമില്ലാതെ വന്നത് സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം അത് കിടന്ന് അലയൊലിച്ചിട്ടല്ലേ. അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ചില ന്യായങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അവളെ ക്യാരക്ടർ വൈസ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. വല്ലാത്ത അഹന്ത നിറഞ്ഞ വർത്തമാനമാണ് ആ കൊച്ചിന്. പക്ഷെ ഒരു പെൺകുട്ടി തനിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കുത്തിക്കാണിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ അവൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ആ കുട്ടികളെ ഒരു സ്കൂളിൽ കൊണ്ടാക്കി അവിടെ നടന്ന ഇഷ്യൂ, അത് അവൾ വളരെ ജെന്യൂനായിട്ട് അക്സെപ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ കൺസേൺ ചെയ്ത് വേണം റിയാക്ട് ചെയ്യുന്നവർ ചെയ്യാൻ. അവളെ കുറ്റപ്പെടുത്താൻ ഈസി ഗോ, അവളൊരു പോക്ക് കേസാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യൂ കിട്ടും. അത് കാക്കാനാണ് പലർക്കും താല്പര്യം. ബട്ട് അവൾ പറഞ്ഞതൊരു വലിയ കാര്യമാണ്. ആ മദ്രസ, ആ പറയുന്ന സ്ഥലത്ത് നടക്കുന്ന സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ചാണ് പെണ്ണ് പറഞ്ഞിട്ടുള്ളത്. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് സ്വമേധയാ കേസെടുക്കേണ്ട ഒരു കാര്യമാണ്. ബാലാവകാശ കമ്മീഷൻ ഏർപ്പാട് നടത്തി സ്വമേധയാ കേസെടുക്കേണ്ട ഒരു വിഷയത്തിൽ ഇത്ര മൈൽഡായിട്ട് എടുത്ത് ആ പെൺകുട്ടിയെ മോശം പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ യു ആർ നോട്ട് അതായത് ഒരു സിൻസിയർ ആയിട്ടുള്ള റിയാക്ഷൻ അല്ല നിങ്ങൾ ചെയ്തതെന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ ഈ കുട്ടിയുടെ വിഷയം എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നിനു മുമ്പേ അത് യുദ്ധത്തിന് വരും. എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനായിട്ട് പോകാതിരിക്കുന്നത്. പക്ഷെ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നത് ഫിസിക്കൽ ഇഷ്യൂസ് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സാജിദ ഷാജി പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ, അപ്പോൾ കുട്ടികളും വന്നിരുന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്, അപ്പോൾ പ്രണയം അതിനോട് റിലേറ്റ്, അതല്ല അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ആ പ്രായത്തിലെ കുട്ടികൾ പരസ്പരം പ്രേമിക്കാനുള്ളൊരു വസതി ആ സ്കൂൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തു എന്നാണ് അവൾ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ യത്തീം മക്കളാണ് എന്ന രീതിയിൽ നമ്മളവിടെ കൊണ്ടുവന്നാക്കുന്നു. ആ കൺസേണിൽ അവർ നോക്കുന്നു. അത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കൃത്യമായി മറ്റൊരിടത്തുനിന്ന് ഒരു ഇടപെടൽ വേണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഷാജിദയുടെ ക്യാരക്ടർ അസാസിനേഷൻ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ആണെന്നാണ് ഇപ്പോഴും പറയുന്നത്. അത് അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ചില ന്യായങ്ങളും ഉണ്ട്. മക്കളെ ശ്രദ്ധിക്കാതെ ബാക്കിയുള്ള കാര്യത്തിൽ ശ്രദ്ധ തിരുത്തിയെന്ന് പറഞ്ഞാൽ അവൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നുണ്ട്. കുട്ടികളെ വെച്ചിട്ട് അവളെ കൊണ്ട് ചെയ്യാൻ കഴിയണ ചെയ്തിട്ടുണ്ട്. പിന്നെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ അവരും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങളുടെ അത്രയും ബോധം അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും ഫിനാൻഷ്യൽ കപ്പാസിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു ഇത് ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാനും ചാൻസ് ഇല്ലേ. സോ നമ്മളൊരു വിഷയം എടുക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് ചിന്തിക്കണമെന്ന് പറയുന്നത് കൊണ്ട് പറയുന്നതാണ്. സാജിദ ഷാജി ഈ പറഞ്ഞ വിഷയത്തിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നവർ അത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു എന്താ പറയുക, ബാബോയ കോടാലിയാണ് എന്തെങ്കിലുമൊക്കെ പറയും. അവളുടെ സിറ്റുവേഷൻ അത്രയും ബാഡ് ആയതുകൊണ്ടാണ് അവൾ അതുപോലെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ വഴിയില്ലാതെ ആ കുട്ടി 5 കുട്ടികളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് കരുതി നമ്മൾ അതിൻ്റെതായ മൂല്യം കൊടുത്താൽ മതി എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ അടുത്തെന്തായിരുന്നു, ഈ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ആ കുട്ടികളുടെ ഭാവി കളയണമെന്ന്. ആ കുട്ടികൾക്ക് നല്ല പണിഷ്മെൻ്റാണ് അമ്മ കൊടുക്കുന്നത്. അവൾക്ക് വേറെ വഴിയെടുപ്പ് അടിക്കാൻ പറ്റുമോ? അടിച്ച കുട്ടികൾ തിരിച്ചടിച്ച് അവളെന്തോ ചെയ്യും? അവളെ കൊണ്ട് താങ്ങാൻ പറ്റും? അവൾക്ക് ആ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിഷ്മെൻ്റാണ് അമ്മ കൊടുക്കുന്നത്. എന്താ അമ്മ ചെയ്യുമ്പോൾ പബ്ലിക്കിൽ പറയാം, മക്കൾ ചെയ്യുമ്പോൾ പറയാൻ പാടില്ല. കുട്ടികൾക്ക് അവബോധമാണ് കൊടുക്കേണ്ടത്. ആ 2 മക്കൾ അവളുടെ പ്രതീക്ഷയാണ്. അപ്പൻ ചെയ്ത അതേ മിസ്റ്റേക്ക് അല്ലേ മക്കളും ചെയ്യുന്നത്? ഈ വയസ്സിൽ പ്രേമിക്കണോ? അമ്മ കഷ്ടപ്പെടുന്ന ഒറ്റയ്ക്ക് കിടന്ന് അമ്മയെ ഒരു വഴി എത്തുന്നത് വരെ നോക്കുന്നതിന് പകരം മകൻ പാർട്ട്ണറെ നോക്കുകയാണോ? കൊച്ചുമക്കളല്ലേ അത്? ഇത് പ്രേമിക്കുന്ന വയസ്സാണോ?
അത് അവൾ പറഞ്ഞത് കറക്റ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയായിട്ടുള്ള വിഷയം, അത് ഞാൻ നോർമലി എല്ലാ നാട്ടുമ്പുറത്തും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അമ്മയും മകളും തമ്മിൽ നല്ല ഗുസ്തി ഉണ്ടാവും. അത് നമ്മളും ഒക്കെ ചെയ്യാറുണ്ട്, ഞാനും ഒക്കെ ചെയ്യാറുണ്ട്. ചില നേരം അമ്മയൊക്കെ കാണിക്കുന്നുണ്ട് സത്യസങ്കടം വരും. പുറത്തുള്ള ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ദ്രോഹം നമ്മുടെ മാതാപിതാക്കൾ ചില നേരം നമ്മളോട് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആ പെൺകുട്ടിയോട് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ ആ ഉമ്മ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മയുടെ കയ്യിൽ ഇച്ചിരി കൂടുതലുണ്ടെന്നാണ്. ആ ഉമ്മ ചേർത്തണച്ച് പിടിച്ച് മോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടി ഈ രീതിയിലൊന്നും പ്രതികരിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മുമ്പ് എപ്പോഴോ അവളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മാക്ക് കമ്മൽ വാങ്ങുന്നു, മോതിരം വാങ്ങുന്നു. അവൾ ചെയ്യുന്നുണ്ടല്ലോ, അവളവിടെ ചുമ്മാ ഫ്രീക്കൊന്നും അല്ലല്ലോ. ആ കുട്ടികളുടെ ചാപ്പാട് ഉൾപ്പെടെ അവളുടെ കാര്യങ്ങൾ അവൾ വഴി തന്നെയല്ലേ. അപ്പോൾ ഉമ്മ അല്ലേ, പെറ്റ തള്ളയല്ലേ. അവർ തമ്മിലുള്ള ഇഷ്യൂവിൽ ദേഷ്യം വന്നപ്പോൾ അങ്ങോട്ടും ഇട്ടതാണെന്നുള്ളത് മാത്രം കണക്കാക്കി നമ്മളതിനകത്ത് കമൻറ്റ് പറയാൻ പോകണ്ട എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരു കാര്യം പറയാം, നമുക്ക് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ നല്ല രസമുണ്ടാവും. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. കുറച്ച് അഹന്ത ഉണ്ട് എന്നതിനപ്പുറം ഷാഹിദ ഷാജി അങ്ങനെ ഒരു മോശക്കാരിയാണെന്നുള്ള ചിത്രം എനിക്കില്ല, അറിയില്ല എന്താണെന്നുള്ള അവസ്ഥ അറിയത്തില്ല. കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ആ സ്കൂൾ വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഷാഹിദ ഷാജിയെ ടാർഗറ്റ് ചെയ്യാത്ത പകരം ആ വിഷയം കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഏത് വ്ളോഗറായിരുന്നാലും ഏത് ചാനലുകാരായിരുന്നാലും ആ വിഷയം അവിടെ പറയുന്നത് വളരെ വലിയ ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അത് നിസ്സാരമായിട്ട് കളയേണ്ട ഒരു കാര്യമല്ല. അതിനകത്ത് ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി തിരുത്തും എന്ന് വിചാരിക്കുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ പറയാനാണ് തോന്നിയത്. ഇനി ഒരു ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ പോലും ഞാനിത് നോക്കട്ടെ എന്താണെന്ന്. ശരിക്കും മനസ്സിലായിട്ടില്ല. എനിക്ക് ഇത്രയും മനസ്സിലായിട്ടുള്ളൂ, ആ സ്കൂളുകാരെന്തോ ട്രബിൾ മേക്കേഴ്സ് ആണ്. അതും അതിൻ്റെ മാനേജരെയൊക്കെ കൃത്യമായി പേര് പറഞ്ഞ് പറയുമ്പോൾ സംതിങ് സംവെയർ ഫിഷി. ഇങ്ങനെ കുട്ടികളെ നമ്മൾ ബോർഡിങ്ങിൽ കൊണ്ടുവിടുമ്പം നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നത് അവരെയാണ്. അപ്പോൾ അവർ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്ത് കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഷാജിദ് ചെയ്തതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നത്. കാരണം എൻ്റെ മക്കളുടെ പഠിത്തം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ അവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എന്തെന്നുള്ള രീതിയിൽ കുട്ടികളെയും കൊണ്ട് അവൾക്ക് എസ്കേപ്പ് ആവാം. പക്ഷെ അതിന് പകരം ഇനി മേൽക്കൊണ്ടൊരു കുട്ടികൾ അവിടെ വന്ന് പെടരുതെന്നുള്ള അവളുടെ ആ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഒരു ടിപ്പിക്കൽ മദറിൻ്റെ ആക്ടിവിറ്റീസായിട്ട് കണ്ട് ഇഗ്നോർ ചെയ്യുക, ലെറ്റ് ഹർ ലീവ്. വേറെ വഴിയില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുടെ പ്രാണവെപ്രാളങ്ങളായിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വർന്ന് പറയല്ലോ, കരച്ചിൽ കാണുമ്പോൾ പാവം തോന്നുന്നു എന്നുള്ളതാണ്. പാവ അതിൻ്റെ വയസ്സിൽ അതിന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച് ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാന്ന് തോന്നുന്നു. പാവം തോന്നിയിട്ട് തന്നെ ചെയ്യുന്ന വീഡിയോ ആണ്. താങ്ക് യു.